ഉടൻ തന്നെ ഒരു തീരുമാനമെടുത്ത് നിങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റം വരുത്തുക. റോമർക്കെഴുതിയ ലേഖനം 12 അധ്യായം 2 വാക്യം ഇപ്രകാരം പറയുന്നു: ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ദൈവിക കാര്യങ്ങളിൽ ജീവിതം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ വിശ്വാസ ജീവിതം തുടങ്ങുമെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അത് വളരെ ലളിതമാണ്. റോമർക്കെഴുതിയ ലേഖനം 10 അധ്യായം 17 വാക്യം ഇപ്രകാരം പറയുന്നു: ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഞാൻ വിശ്വാസ ജീവിതം തുടങ്ങിയപ്പോൾ വിശ്വാസ ജീവിതം എന്തെന്ന് തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും വളരെ ആകാംക്ഷയുണ്ടായിരുന്നു. പല ബൈബിൾ പഠനാവലികളും പഠിക്കുകയും തുടർച്ചയായി വിശ്വാസത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്യുമായിരുന്നു. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഏകദേശം ചില വർഷങ്ങളോളം ഭൂരിഭാഗ സമയവും പ്രാർത്ഥനയ്ക്കും വചനകേൾവിക്കുമായിട്ട് ഞാൻ ചിലവഴിച്ചു. കാരണം പരാജയങ്ങൾ നിമിത്തം ഞാൻ ജീവിതത്തിൽ വളരെയധികം മടുത്തുപോയിരുന്നു. ഞാൻ എൻ്റെതായ വിശ്വാസത്തിൻ്റെയും എൻ്റെതായ ഒരു ഉണർവിൻ്റെയും എൻ്റെതായ അറിവിൻ്റെയും ലോകത്തിലായിരുന്നു. വചനത്തിൽ എപ്പോഴും വളരെ ഉത്സാഹിച്ചിരുന്ന കാരണം ആ സമയങ്ങളിലൊക്കെ ഫോൺ എടുക്കുമ്പോൾ അറിയാതെ തന്നെ ഹലോ എന്നതിന് പകരം ഹല്ലേലൂയ എന്ന് ഞാൻ പറഞ്ഞു പോയിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം ഇത് വല്ലാത്തൊരു തീവ്രതയായിരിക്കാം എന്ന്. എന്നിരുന്നാലും എൻ്റെ നിങ്ങളോടുള്ള ഉപദേശം ഇപ്രകാരമാണ്: ദൈവവചനത്തിൽ മുഴുകണമെന്നും തീവ്രത നിങ്ങൾക്കുണ്ടാകണമെന്നുള്ളതും ഒരു വളരെ പ്രധാനമുള്ള ഒരു ഭാഗമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ. കാരണം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സംശയത്തിനോ അവിശ്വാസത്തിനോ നിങ്ങളുടെ ജീവിതത്തിൽ ഭയത്തിനോ സ്ഥാനമില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വചനം സ്വാഭാവികമായി വെളിയിലേക്ക് ഒഴുകുവാൻ തുടങ്ങുന്നതുവരെ നിങ്ങൾ വചനത്തിൽ മുഴുകുകയും തൽഫലമായി സമ്മർദ്ദം കൂടാതെ സ്വാഭാവികമായി നിങ്ങളുടെ വായിൽ നിന്നും ദൈവവചനം അത് വെളിയിൽ വരട്ടെ. വചനം പൂർണ്ണമായും നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും നിങ്ങളുടെ മനസ്സ് പുതുക്കപ്പെടുകയും ചെയ്യട്ടെ. പിന്നീട് ഓരോ തവണയും സാത്താൻ നിങ്ങളോട് കളവ് പറയുമ്പോൾ, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ, നിങ്ങൾ സൗഖ്യം ആകില്ല എന്ന് നിങ്ങളോട് പറയുമ്പോൾ, നിങ്ങൾ ഉയർച്ച പ്രാപിക്കില്ല എന്ന് പറയുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ ദുഷ്ടനെ ശാസിക്കുക. ദൈവത്തിന്റെ നന്മകളെ കുറിച്ച് നിങ്ങളെ തന്നെ ഓർപ്പിക്കുക. എൻ്റെ ദൈവം നല്ലവനെന്നും കരുണയും കൃപയും നിറഞ്ഞവനെന്നും ദീർഘക്ഷമയുള്ളവനെന്നും ദയയുള്ളവനെന്നും ഞാൻ അവനെ ക്രിസ്തുയേശുവിൽ എപ്പോഴും പ്രിയപ്പെട്ടവനെന്നും ഏറ്റുപറയുകയും ചിന്തിക്കുകയും ചെയ്യുക. ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ നിങ്ങൾ ഭയചകിതൻ ആയിരുന്നാലും ഇന്നു മുതൽ എൻ്റെ ദൈവം കരുണ നിറഞ്ഞവനെന്ന് നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറയുക. ദൈവിക കരുണയെക്കുറിച്ച് ചിന്തിക്കുകയും നല്ലവനായ ദൈവം ഇന്ന് ഈ കരുണ നിങ്ങളിലേക്ക് ക്രിസ്തുയേശു മുഖാന്തരം പകരാൻ തയ്യാറാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വാസ ജീവിതത്തിന്റെ വാതിൽ തുറന്ന് അതിലൂടെ കടക്കുക. ധൈര്യപൂർവം വിശ്വാസത്തിന്റെ വാക്കുകൾ സംസാരിക്കുക. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക. ദൈവത്തിന്റെ വാക്കുകൾ മാത്രം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക. ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ അവകാശം ഏതെന്നും നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക. നിങ്ങളുടെ സാഹചര്യത്തോട് സംസാരിക്കുക. ശത്രുവിനെ അത് പറഞ്ഞ് കേൾപ്പിക്കുക. ഞാനൊരു പുതിയ സൃഷ്ടിയാകുന്നുവെന്നും ഞാൻ ക്രിസ്തുയേശുവിൽ ദൈവനീതിയാകുന്നെന്നും ക്രിസ്തുയേശുവിൽ ഞാൻ ദൈവമുമ്പാകെ കുറ്റമില്ലാത്തവനാകുന്നെന്നും ഏറ്റുപറയുക. കുഞ്ഞാടിന്റെ രക്തം നിമിത്തവും എന്റെ സാക്ഷ്യവചന നിമിത്തവും ഞാൻ ഇപ്പോൾ സാത്താനെ ജയിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഏറ്റുപറയുക. എനിക്ക് ദൈവത്തിന്റെ കരുണ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുക. എന്നെ സ്നേഹിച്ച യേശു നിമിത്തം ഞാൻ സകലത്തിലും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഏറ്റുപറയുക. എന്റെ ദൈവമോ എന്റെ ബുദ്ധിമുട്ടൊക്കെയും
മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്ത് തന്നിരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറയുക. കുറഞ്ഞത് ഒരു വർഷത്തേക്ക് ഒരു വേർപാട്, ഒരു തീരുമാനത്തോടെ ദൈവവചനത്തിൽ മുഴുകുവാൻ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചൊരു തീരുമാനം ഇന്നെടുക്കുക. നമുക്ക് വിശ്വാസത്തിന്റെ ഒരു ചുവട് ഇന്ന് വെക്കാമോ? ഇന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കണം. ദിവസം മുഴുവനും ദൈവവചനത്തിൽ മുഴുകാനായി ഇന്ന് കേട്ടതുകൊണ്ടൊരു ശ്രമം നടത്തുക. മേൽപ്പറഞ്ഞ വാക്യങ്ങൾ ഒരു പേപ്പറിലോ പോസ്റ്ററിലോ ഫോണിലോ എഴുതി ഏറ്റുപറയുവാൻ കാണത്തക്ക രീതിയിൽ നിങ്ങളുടെ കണ്ണിൻ മുമ്പിൽ വെക്കുക. തുടർച്ചയായി അത് വീണ്ടും വീണ്ടും ഏറ്റുപറയുക. പിന്നീട് ഓരോ നിമിഷവും ദൈവിക അനുഗ്രഹങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിശ്വാസത്തോടെ വെളിപ്പെട്ടു വരുന്നത് പ്രതീക്ഷിക്കുക. തീർച്ചയായും അത് വെളിപ്പെട്ടു വരുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുവാനായി സാധിക്കും.